തിരുവനന്തപുരം ജില്ലാ ജയിലിലെ റിമാൻഡ് പ്രതി അവശനിലയിൽ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മുൻ ജീവനക്കാരനായ ബിജു അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ബിജുവിന് ജയിലിൽ മർദ്ദനമേറ്റിട്ടില്ലെന്നും രക്തസമ്മർദ്ദം ഉയർന്നതാകാമെന്നും ദക്ഷിണമേഖല ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മനീഷ് മഹിപാലാണ് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മനീഷ്, ഈ മർദ്ദനമേറ്റിട്ടില്ല എന്ന് ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പിന്നെ ഈ രക്തസ്രാവത്തിന് കാരണമായത് എന്താണ്? ഇക്കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ മനീഷ്? കഴിഞ്ഞ 13-ാം തീയതിയാണ് പത്തനംതിട്ട സ്വദേശിയായ ബിജുവിനെ തിരുവനന്തപുരത്തെ ജില്ലാ ജയിലിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. അവിടെ എത്തിക്കുന്ന സമയത്ത് ശരീരമാസകലം മർദ്ദനമേറ്റത് പോലത്തെ രീതിയായിരുന്നു. ഒപ്പം തന്നെ രക്തസ്രാവം ഉണ്ടായിരുന്നു. പക്ഷേ മുറിവുകളോ ചതവോ ഒന്നും ഇല്ലായിരുന്നു. ഇത് സംബന്ധിച്ച് ഡോക്ടർമാരാണ് മർദ്ദനമേറ്റിരിക്കാം എന്നുള്ള സാധ്യത കൂടി പറഞ്ഞത്. പക്ഷേ പിന്നീട് ഈ അബോധാവസ്ഥയിലായിരുന്ന ബിജു പിന്നീട് ബോധാവസ്ഥയിലായ സമയത്ത് ഡോക്ടർമാരോട് തനിക്ക് ഈ രീതിയിൽ തനിക്ക് മർദ്ദനമേറ്റതായി തനിക്ക് ഓർമ്മയില്ല, അത്തരത്തിലുള്ള മൊഴി, ആരെങ്കിലും മർദ്ദിച്ചതായിട്ടുള്ള മൊഴി നൽകിയിരുന്നില്ല. പിന്നീട് ഇത് സംബന്ധിച്ചാണ് ജയിൽ വകുപ്പ് അന്വേഷണം ആരംഭിച്ചത്. അങ്ങനെ ദക്ഷിണ മേഖല ജയിൽ DIG നടത്തിയ അന്വേഷണത്തിലാണ്, CCTV കേന്ദ്രീകരിച്ചൊക്കെ തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ജയിലിൽ വെച്ച് യാതൊരുവിധ മർദ്ദനവും ഏറ്റിട്ടില്ല, തടവ് പുള്ളികളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ അത്തരത്തിലുള്ള പെരുമാറ്റം ബിജുവിനെ ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് കണ്ടെത്തി. തുടർന്ന് ആ രീതിയിലുള്ള റിപ്പോർട്ട് അത് ഇറക്കി. ഡോക്ടർമാരുടെയൊക്കെ തന്നെ സംസാരിച്ച ശേഷമായിരുന്നു ഈ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായത് എങ്ങനെയാണ്, അത് BP കൂടിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. നിലവിൽ അത്തരത്തിൽ രക്തസമ്മർദ്ദം കൂടി ഇങ്ങനെ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇവിടെ ജയിൽ വകുപ്പ് എന്താണെങ്കിലും പാടെ തള്ളുകയാണ്. അങ്ങനെ അത്തരത്തിലുള്ള മർദ്ദനം ജയിലിൽ വെച്ച് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ജയിൽ വകുപ്പ് സമർത്ഥിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചും ഈ രീതിയിൽ തന്നെയാണ് അതിൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. ജയിലിൽ വെച്ച് ഒരു തരത്തിലുള്ള മർദ്ദനവും ഏറ്റിട്ടില്ല. കഴിഞ്ഞ 12-ാം തീയതിയാണ് പേരൂർക്കട പോലീസാണ് ഈ ബിജുവിനെ സഹപ്രവർത്തകയെ ശല്യം ചെയ്തു, അവരെ ഉപദ്രവിച്ചു എന്ന പരാതിയിൽ കേസെടുത്ത് പിന്നീട് അറസ്റ്റ് ചെയ്ത് കോടതി മുഖാന്തരം റിമാൻഡ് പ്രതി എന്ന രീതിയിൽ ജയിലിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ച് തന്നെ ചില ശാരീരിക അസ്വസ്ഥതകളും ഒപ്പം തന്നെ ചില മാനസിക പ്രശ്നങ്ങളും ബിജു കാട്ടിയിരുന്ന തുടർന്ന് കോടതി ഇയാൾക്ക് പിന്നീട് ആരോഗ്യ നില മെച്ചപ്പെടുന്നത് വരെ ആശുപത്രിയിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിരുന്നതാണെങ്കിലും ഇത് സംബന്ധിച്ച് ദക്ഷിണ മേഖല DIG ഉടൻ ജയിൽ DGPക്ക് റിപ്പോർട്ട് കൈമാറും. ഉന്മേഷ്. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.